ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ, മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറുപുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോകുക. അവർ നിങ്ങൾക്ക് ശൂന്യമായ വാഗ്ദാനങ്ങളും തെറ്റായ പ്രതീക്ഷകളും നൽകി. പക്ഷെ നിങ്ങൾ ഇപ്പോഴും അവയിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് മികച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ മിക്ക സ്ത്രീകളും നിങ്ങളോട് ഇഷ്ടമല്ലെന്ന് നേരിട്ട് പറയില്ല. പകരം അവരുടെ നിശബ്ദത നിങ്ങളോടുള്ള അവളുടെ യഥാർത്ഥ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കും. പ്രശ്നങ്ങളിൽ പതറാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ മുറിവുകളിൽ കുത്തിനോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിന്റെ വാതിൽ തുറന്നിടരുത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. ഒരു മെഴുകുതിരി തീയില്ലാതെ എരിയാത്തതുപോലെ മനുഷ്യർക്ക് ആത്മീയ ജീവിതമില്ലാതെ ജീവിതം സാധിക്കില്ല. ആത്മസംതൃപ്തിയിൽ മുഴുകി മതിമറന്നു പോകാൻ നിങ്ങളുടെ ഇന്നലത്തെ വിജയത്തെ അനുവദിക്കരുത്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന് തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിന്റെ പൂർണ്ണമായ മികവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്നലത്തേതിനേക്കാൾ മികച്ച ഒരു പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുക. ചില സ്ത്രീകൾക്ക് 2 പുരുഷന്മാരെ വേണം. ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ്. ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. വിജയങ്ങളും പരാജയങ്ങളും സങ്കടവും സന്തോഷവും അതാണ് ഏറ്റവും മികച്ച ജീവിതം. നിങ്ങൾ നിങ്ങളെ തന്നെ മതിയോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളുമായി നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ടെത്തിയ നേർവഴിയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം. ഒരു സ്ത്രീ അവളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ കൂട്ടുകാരനെയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മറികടക്കുന്നവർ ബഹുമാനത്തിന് അർഹനാണ്. സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവർ അതിന് ഒഴിവു കഴിവുകൾ കണ്ടെത്തുന്നു. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങൾ ആണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. 1000 തിരികൾ ഒരുമിച്ചു തെളിയിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിനും ജീവിതത്തിനും. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്. ആഴത്തിൽ വേരൂന്നിയ ചിലരുടെ ഓർമ്മകൾ. ജീവിതം ജീവിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും.
മണ്ടത്തരങ്ങൾക്ക് പോലും അമിതമായി ചിരിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ ഏകാന്തതയിലാണ്. എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി. എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാലും അവരിൽ ഒരാളെ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റൊരാളുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓർക്കാനും ആരംഭിക്കാനും മരണം പോലെ യോഗ്യതയുള്ള മറ്റൊരു കാരണവുമില്ല മനുഷ്യർക്ക്. സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുക, കാരണം അവർ ക്ഷമ അറിയിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനത്തിന് അർഹരായതുകൊണ്ടാണ്. സങ്കടങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ കണ്ണുകൾ തുളുമ്പാതെ പുഞ്ചിരി തൂകാൻ കഴിയുന്ന മനസ്സിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നമ്മളോട് എളുപ്പത്തിൽ ക്ഷമിച്ചേക്കാം, പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് പറയാൻ പോകുന്നത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ അവർ നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും എന്ന് കരുതരുത്. വിഡ്ഢിത്തമാണ്. എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയമല്ല. നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവും. മാനസിക സംഘർഷത്തിനു വേണ്ടി നിങ്ങളുടെ ഊർജം ഉപയോഗിക്കാതിരിക്കുക. പകരം വിശ്വാസം സൃഷ്ടിക്കുക. വളർച്ച, സ്നേഹം, പരിപാലനം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഊർജം പ്രയോജനപ്പെടുത്തുക.